ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മാലതി ഫോണിൽ സംസാരിക്കുന്നതൊന്നും ശരിയായിട്ട് തന്നെ നന്ദിനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. എന്താണെങ്കിലും കാർത്തിയെയും മീനാക്ഷിയെയും അപകടപ്പെടുത്താനുള്ള എന്തോ തന്ത്രമാണെന്ന് നന്ദിനിക്ക് മനസ്സിലാകുന്നു. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മീനാക്ഷിയെയും കാർത്തിയെയുമാണ്. അതേസമയം മാലതി സംശയം തോന്നിയ നന്ദിനി അവരുടെ പിന്നാലെ പോവുകയാണ്. മാലതി പറഞ്ഞതനുസരിച്ച് താരക വൈശാഖിന്റെ കൂട്ടുകാരായ ഗുണ്ടകളെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. കാർത്തിയെയും മീനാക്ഷിയും വകവരുത്താനായി വൈശാഖിന്റെ ഗുണ്ടകളും അവർക്ക് പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ കാർത്തിയും മീനാക്ഷിയും ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. പണ്ടൊരിക്കൽ ദേവമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമയം ദേവമ്മ എനിക്കിവിടുത്തെ ഐതിഹ്യമെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് കാർത്തി പറയുമ്പോൾ എനിക്കും കേൾക്കണം അതെന്ന് മീനാക്ഷി പറയുന്നു. അങ്ങനെ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കാർത്തി മീനാക്ഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതേസമയം പേടിയോടെ കാർത്തിയുടെയും മീനാക്ഷിയുടെയും അരികിലേക്ക് എത്താനുള്ള നെട്ടോട്ടത്തിലാണ് നന്ദിനി. പിന്നീട് കാണിക്കുന്നത് വൈശാഖിന്റെ ഗുണ്ടകൾ ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നതാണ്. അതേസമയം നന്ദിനിയും ക്ഷേത്രത്തിലെത്തുന്നു. പെട്ടെന്ന് വൈശാഖിന്റെ ഗുണ്ടകൾ കാർത്തിയെ പിന്നിൽ നിന്നും ആക്രമിക്കാനൊരുങ്ങുകയാണ്. മക്കളെ പിന്നിലേക്ക് നോക്കാൻ പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് ഉറക്കെ പറയുമ്പോൾ പെട്ടെന്ന് കാർത്തി തിരിഞ്ഞു നോക്കുന്നു. തുടർന്ന് കാർത്തി ഗുണ്ടകളെയെല്ലാം അടിച്ച് താഴെ വീഴ്ത്തുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ഗുണ്ടകൾ രണ്ടുപേരും കൂടി കാർത്തിയെ പിന്നിൽ നിന്നും ആക്രമിക്കുമ്പോൾ നന്ദിനി അവിടെയുള്ളൊരു വടിയെടുത്ത് എല്ലാവരെയും തല്ലി ഓടിക്കുകയാണ്. മക്കളെ, ഇവിടുത്തെ ദേവിയാ നമ്മളെ രക്ഷിച്ചത്, നമുക്ക് പോയി തൊഴാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി കാർത്തിയും മീനാക്ഷിയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രനടയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. തുടർന്ന് പ്രസാദം വാങ്ങിക്കൊണ്ട് നന്ദിനിയും കാർത്തിയും മീനാക്ഷിയും അവിടെ നിന്നിറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മാലതിയുടെ മുറിയിലേക്ക് കയറി അകത്തുനിന്നും കുറ്റിയിടുകയാണ് നന്ദിനി. ഇത് കാണുന്ന മാലതി ഞെട്ടലോടെ നന്ദിനിയെ നോക്കുന്നു. നിങ്ങൾ എന്തിനാ കതക് കുറ്റിയിട്ടതെന്ന് മാലതി ചോദിക്കുമ്പോൾ നീ എന്താ പേടിച്ചു പോയോ എന്ന് നന്ദിനിയും ചോദിക്കുന്നു. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ കതക് കുറ്റിയിട്ടത്. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നതെന്ന് നന്ദിനിയോട് മാലതി ചോദിക്കുമ്പോൾ മാലതിയുടെ അടുത്തേക്ക് വന്ന് മാലതിയുടെ ഫോൺ വാങ്ങി കട്ടിലിലേക്ക് എറിയുകയാണ് നന്ദിനി. എനിക്ക് നിന്റെ അടുത്തുനിന്ന് കുറച്ച് ഉത്തരങ്ങൾ വേണം. അത് കിട്ടിയിട്ട് മാത്രമേ ഞാൻ ഈ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നുള്ളൂ. എല്ലാവരുടെ മുമ്പില് നന്ദിനി ഒരു പാവമാണ്. എന്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ എന്റെ മക്കളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കിയാലുണ്ടല്ലോ, അവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. നീ ചെയ്ത കാര്യങ്ങളെല്ലാം നീയായിട്ട് തുറന്നു പറഞ്ഞാൽ അത് നിനക്ക് നല്ലത്. നീ രാവിലെ ആരെയോ ഫോൺ ചെയ്ത് പറയുന്നത് കേട്ടപ്പോഴേ ഞാൻ ഉദ്ദേശിച്ചതാണ് നീ എന്റെ മക്കളെ ഉപദ്രവിക്കാനായി എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. ആവശ്യമില്ലാത്തതൊന്നും പറയരുത്. നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് മാലതി ചോദിക്കുന്നു. നീ മിണ്ടരുത്. ഇവിടെയുള്ള നിന്റെ ഓരോ ചലനവും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുടുംബകലഹം വേണ്ടെന്ന് കരുതിയാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. ജഗദീഷിന്റെ മുന്നിൽ നിന്റെ പല കാര്യങ്ങളും ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. നീ രാവിലെ നിന്റെ വീട്ടുകാരുമായി ആലോചിച്ചൊരുക്കിയ ഗൂഢാലോചനയും കൂടാതെ നീയും നിന്റെ വീട്ടുകാരും ചേർന്ന് കാർത്തിക്കും മീനാക്ഷിക്കും ഒരുക്കിയ കെണിയെക്കുറിച്ചും അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? പോട്ടെ, ഞാൻ വീട്ടുകാരോട് പറയുന്നില്ല. നിന്റെ ഭർത്താവായ ജഗദീഷിനോട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ നന്ദിനി ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മാലതി. അവനെ ഭാര്യയായ നിന്നേക്കാൾ ഉപരി എന്നെയാണ് വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഞാൻ തുറന്നു പറഞ്ഞാൽ എന്താകും നിന്റെ അവസ്ഥ? പറഞ്ഞാലേ ആ നിമിഷം നീ വീടിന്റെ പുറത്താ. പിന്നെ നിനക്ക് നിന്റെ മക്കളെപ്പോലും കാണാൻ സാധിക്കില്ല. ഈ കാര്യത്തില് എനിക്കൊരു ബന്ധവുമില്ലെന്ന് മാലതി പറയുമ്പോൾ തെളിവ് സഹിതം ഞാൻ എല്ലാവരുടെ മുമ്പിൽ ഹാജരാക്കിയാൽ നീ എന്ത് ചെയ്യുമെന്ന് നന്ദിനി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മാലതി പേടിയോടെ നന്ദിനിയെ നോക്കുന്നു. നീയെ നിന്റെ ഭർത്താവിനടക്കം ഈ കുടുംബത്തെ മുഴുവൻ ഒറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നീയെ ഈ വീട്ടിലെ ശത്രുക്കളുടെ ഒപ്പമാണ് കൂടിയിരിക്കുന്നത്. ഒടുവിൽ നീ ചതിക്കപ്പെടും. ചതിയുടെ പടുകുഴിയിലേക്ക് നീ വീഴുമ്പോഴേ നിന്നെ കരപിടിച്ച് കയറ്റാനായിട്ട് ഇവിടെ ആരും ഉണ്ടാകില്ല. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ നന്ദിനി അവിടുന്ന് പോകുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് മാലതി. നേരം പുലർച്ചെയാകുന്നു. ചെമ്പകമംഗലത്ത് പൂജയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മുഹൂർത്തമായോ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ 1 മണിക്കൂർ കൂടി ഉണ്ടെന്നും വിഘ്നേശ്വര പൂജ ചെയ്യാമെന്നും തിരുമേനി പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.